നിലവിൽ വരിക എന്ന് പറയാറില്ലേ? എന്തൊക്കെയാണ് സാധാരണ നിലവിൽ വരാറ്? നിയമം നിലവിൽ വരാം, നിരോധനം നിലവിൽ വരാം, നിയന്ത്രണം നിലവിൽ വരാം, എന്തും നിലവിൽ വരാം. സോ നിലവിൽ വരിക എന്ന് പറയുമ്പോൾ കം ഇൻ ടു ഫോഴ്സ് എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, ദ ന്യൂ ലോ കെയിം ഇൻ ടു ഫോഴ്സ് ലാസ്റ്റ് മന്ത്. പുതിയ നിയമം കഴിഞ്ഞ മാസമാണ് നിലവിൽ വന്നത്. Alright, the ban came into force this month. The law will come into force next year. നിയമം അടുത്ത വർഷം എന്ത് ചെയ്യും? നിലവിൽ വരും. അപ്പോൾ നിലവിൽ വരിക എന്നുള്ളതിന് എന്ത് ചെയ്യാം? You can go for come into force എന്ന് പറയുന്നത്. Alright, new drive regulations will come into force next year. പുതിയ ഡ്രൈവിംഗ് ചട്ടങ്ങൾ അടുത്ത വർഷം നിലവിൽ വരും. ഓൾറൈറ്റ്, പഠിച്ചില്ലേ? ഇങ്ങനെ എല്ലാ ദിവസവും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൻറ്റൻസോ ഫ്രേസോ പഠിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്തോളൂ. മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇംഗ്ലീഷ് എല്ലാം തന്നെ രണ്ട് രീതിയിൽ പഠിച്ചെടുക്കാം, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഓൺലൈനായിട്ടാണെങ്കിൽ ഡെയിലി 30 to 40 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. മാത്രമല്ല UK നിന്നുള്ള നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. ഓഫ്ലൈനായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊച്ചിയിലെ എടപ്പള്ളിയാണ് നമ്മുടെ ക്യാമ്പസ്. രാവിലെ 7:30 മുതൽ 8:30 വരെ ബാച്ചുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ലിങ്ക് ബയോയിലുണ്ട്. ആൻഡ് സി യു വിത്ത് അനദർ വീഡിയോ. ബൈ.